ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ കാലത്ത് തന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. വീട് ഇപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പോൾ കാലത്ത് പോകാമെന്ന് ഓർക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എന്താ നടക്കണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. 18 വയസ്സിൽ ഒരാളിനെ സ്നേഹിച്ച് പോയി, അത് രോഗമില്ലാണ്ടായി. അപ്പോൾ ശരിക്കും 33 വർഷമായി ഞാൻ അയാളെ വിട്ടിട്ട് വന്നിട്ട്. 26 വർഷമായി ഞാൻ അയാളെ വിട്ടിട്ട് വന്നിട്ട്. വേറെ ഒരു കല്യാണമൊന്നും കഴിച്ചില്ല. എല്ലാവർക്കും വേണ്ടി അങ്ങനെ ജീവിച്ചു. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു പ്രതിസന്ധി കൂടെ കടന്നു പോയി. ഞാൻ പലപ്പോഴും വിചാരിക്കും, ദൈവങ്ങളൊന്നും ഇല്ല, എന്തിനാ ദൈവത്തിന് വിളിക്കില്ലേ എന്നിട്ട് കുറേ ദൈവങ്ങളിലേക്ക് പ്രാകൂട്ടോ. വീണ്ടും വിളിക്കുന്നത് കൃഷ്ണ, ഗുരുവായൂരപ്പ, മഹാദേവ കാത്തോനെ, അപ്പ അമ്മ കാത്തോനെ. എന്നാൽ എന്നെക്കൊണ്ടും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നു. ജീവിക്കാൻ മറന്നുപോയൊരു വ്യക്തി തന്നെയാണ്. കാരണം പറഞ്ഞാൽ 16 വർഷം നിന്നിട്ട് ഇപ്പോൾ അത് കൂടപ്പുറപ്പുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇനി അത് അവർക്ക് ടെൻഷനാകുമോ എന്ന് എനിക്കറിയില്ല. അവരെ സഹായിച്ചു, എല്ലാവർക്കും, വെളിയിലുള്ളവർക്കും എല്ലാവർക്കും, കുടുംബത്തിലും എല്ലാവർക്കും സഹായിച്ചു. ഇന്ന് എനിക്ക് ആരും മനസ്സിലായ ഒറ്റപ്പെട്ടൊരു ജീവിതമാണ്. അതാണ് കണ്ണോപ്പറേഷൻ കഴിഞ്ഞ കണ്ണാണിത്. ഈ കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ദിവസം പോലും റെസ്റ്റ് ഇരുന്നിട്ടില്ല. ഇങ്ങനെ ഓടി നടക്കലായിരുന്നു വീടിന് വേണ്ടിയിട്ട്. പിന്നെ അച്ഛനമ്മൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ആകെ 3.25 സെൻറ്റ് സ്ഥലവും ഇരുന്നത്. ഗൾഫിലിരിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു, അത് നിനക്കുള്ളതാണ്, അത് നിനക്ക് തരാം, നിനക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ സ്ഥലത്തിന് വിലയൊക്കെ ഉള്ള കാരണം ആളുകൾ എങ്ങനെ ഒരു 3 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും പണത്തിന് ആവശ്യക്കാരാണ്. എനിക്ക് മാത്രമേ വീടില്ലാത്തതൊക്കെ ഉള്ളൂ. ഞാൻ മാത്രം ഒരു സീറോ. മനസ്സിലായില്ലേ? എത്ര കാലം പണിക്ക് പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഞാൻ പണിക്ക് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ എന്ന് പറഞ്ഞാൽ അറിയാലോ, കൊണ്ട് ഹോമിലെ പോകുന്നു. വളരെ ശമ്പളം കമ്മിയാണ്. 30 ഷിഫ്റ്റിനാണ് അവർ 10,000 രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്ര മുക്കിത്തള്ളി അങ്ങോട്ട് പണിക്ക് പോയാലും ആകെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വർഷം എന്ന് പറയും, ഒരു വർഷമായിട്ട് കിട്ടുന്നത് 12,000, 10,900 ഇത്രയൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. അതിൽ കൂടുതൽ അങ്ങോട്ട് കവിഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, എനിക്കൊരു നേരത്തെ തന്നെ ഒരു വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ അതിലെന്തെങ്കിലും ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കയ്യിൽ കാശ് വേണ്ടേ? അപ്പോൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൈൻഡർ വാങ്ങണം, പിന്നെ ഒരു ഇഡ്ഡലി പാത്രം, അങ്ങനെ ഒരു 2-3 സാധനങ്ങൾ മേടിക്കണം. അതിന് പോലും കയ്യിൽ കാശില്ലാണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു വീട് മാറണം പറഞ്ഞാണ് 10,000 രൂപയാണ് അഡ്വാൻസ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരാളടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസമായില്ലേ ജോലിക്ക് പോയിട്ട്. അപ്പം അങ്ങനെ ഇരിക്കണം. ആകെ കിട്ടിയത് ഇപ്രാവശ്യം കിട്ടിയത് 11,000 രൂപയാണ് കിട്ടിയത്. മനസ്സിലായില്ല? എന്താ ചെയ്യാമെന്നറിയില്ല. ചിലപ്പോഴൊക്കെ വിചാരിക്കും ആത്മഹത്യ ചെയ്താലോ എന്നൊക്കെ. ആത്മഹത്യ ചെയ്യുന്നത് ഒരു പരിഹാരമല്ലല്ലോ, തോറ്റു പോകുമല്ലേ. കരയണം എന്നൊക്കെ ഞാൻ വിചാരിക്കും, പൊട്ടിക്കരയണം എന്നൊക്കെ, ഞാൻ ഉച്ചത്തിൽ കരയണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ അവരുടെ മുന്നിൽ ഇപ്പോൾ കരയാറുണ്ട്. എന്താണെന്നറിയോ? കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ തോറ്റു പോകുമല്ലോ. കരയാറില്ലെന്ന് പറഞ്ഞാൽ ബാത്റൂമിലൊക്കെ നിന്നിട്ട് കരയും. ബാത്റൂമിലും ഇതൊക്കെ നിന്നിട്ട് കരയാറുണ്ട്. ഇതൊക്കെ ടെൻഷൻ കരയാറുണ്ട്, കരഞ്ഞ് തീർക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എപ്പോഴും ദുഃഖങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് ആരും കാണാതെ പോകരുത്. ഇപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ഇടുന്നതും 10 മിനിറ്റൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 10 മിനിറ്റ് 7 മിനിറ്റൊക്കെ കണ്ടാൽ അതിന് എത്രയോ പോയിൻ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്താ പറയുക, തള്ളി പോകരുത്, കാണണം. എനിക്കിതിലൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. എന്തെങ്കിലും കിട്ടിത്തുടങ്ങി പറഞ്ഞാൽ എനിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ. എല്ലാവരും അതിന് വേണ്ടിയിട്ടല്ലേ ഇടുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. ഇപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഞാൻ ഈ സംസാരിക്കണതിലൊന്നും നുണ എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് കേട്ടോ.